ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലാത്തതും പരിചയപ്പെട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ഹൗസാണ് സിമോണി ആൻഡ്രിയോളി. ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഒരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ പെർഫ്യൂമർ. അദ്ദേഹത്തിൻ്റെ പേരാണ് സിമോണി ആൻഡ്രിയോളി. ഇറ്റലിക്കാരൻ, ഒരു 36 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. പെർഫ്യൂമറുകളെ സംബന്ധിച്ച് 36 വയസ്സ് എന്നുള്ളത് വളരെ ചെറുപ്പമാണ്, പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ വരുന്ന ഒരു പെർഫ്യൂമാണ് സിമോണി ആൻഡ്രിയോളി ഡിയാരിയോ ഓൾഫാറ്റിവോ പോയട്രി ഓഫ് നൈറ്റ് എന്നാണ് ഈ ഒരു കളക്ഷൻ്റെ പേര്. ഇറ്റലിക്കാരനായ ഈ സിമോണി ആൻഡ്രിയോളി ഫ്രാൻസിൽ നിന്ന് പ്രൊവിൻസിലേക്ക് ഒരു യാത്ര നടത്തി തൻ്റെ 8ാമത്തെ വയസ്സിൽ. ആ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ആ 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു പാഷനാണ് പിന്നീട് ഒരു പെർഫ്യൂമറിയിലേക്ക് അയാൾ വളർന്നത്. പിന്നീട് അദ്ദേഹം 24ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുന്നു. സിമോണി ആൻഡ്രിയോളി എന്ന പേരിൽ തന്നെ ഇറ്റലിയിൽ ഒരു ഹൗസ് തുടങ്ങുന്നു. ശുദ്ധമായ നീഷ് ഹൗസാണ്. ഇതൊരു നീഷ് ബ്രാൻഡാണ്. വളരെ റെയറായിട്ടാണ് ഇത്തരം പെർഫ്യൂമുകൾ വരുന്നത് തന്നെ. ഇത് എടുക്കാനുള്ള കാരണം ഇത് ഫ്രഷ് പെർഫ്യൂമാണ്. ഡിയാരിയോ ഓൾഫാറ്റിവോ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം സുഗന്ധങ്ങളുടെ ഡയറി എന്നാണ്. അതായത് ഇദ്ദേഹം ഒരു ബാക്ക് പാക്കൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഇയാൾ നോർഡിക് ഭാഗങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഐസ്ലൻഡ്, സ്കോട്ട്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങൾ ഒരു ഡയറി കുറിപ്പിൽ എഴുതി. അവിടുത്തെ കാറ്റ്, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ ഗ്രാമാന്തരീക്ഷം, അവിടുത്തെ കാലാവസ്ഥ, ഓരോ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മണം ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം തണുപ്പുള്ള രാജ്യങ്ങളിൽ നടത്തിയ യാത്രയുടെ ഭാഗമായി അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലാബിലിരുന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു പെർഫ്യൂമാണ് സിൽവർ മാർബിൾ എന്ന ഈ പെർഫ്യൂം. ഇനി ഈ പെർഫ്യൂമിൻ്റെ പ്രൊഫൈലിലേക്ക് വരാം. പ്രൊഫൈൽ വരുന്നത് ഫ്രഷ്, സിട്രസ്, മറൈൻ, മസ്കി, അരോമാറ്റിക്, വുഡി, അക്വാറ്റിക്, പൗഡറി, സാൾട്ടി. ഇതാണ് ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് സീ വാട്ടർ, ഐസ് ഒരു ഫാൻറ്റസി നോട്ടാണ്. പിന്നെ സിട്രസ്, മസ്ക്, വുഡി നോട്ട്, ഐസ്ഡ് ലെമൺ, അതും ഒരു ഫാൻറ്റസി നോട്ടാണ്. അതായത് ഈ പെർഫ്യൂം എന്താണോ ഒരു പെർഫ്യൂമറിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്, ചിലപ്പോൾ ഒരു തണുത്തുറഞ്ഞ ഒരു നാരങ്ങയുടെ മണമാണ് അദ്ദേഹം മനസ്സിൽ കാണുന്നതെങ്കിൽ അതിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചില നോട്ടുകളൊക്കെ ഫാൻറ്റസി നോട്ടുകൾ. അപ്പോൾ സൂര്യൻ്റെ നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്തായിരിക്കും സൂര്യൻ്റെ നോട്ട് കൊടുത്തിരിക്കുന്നത്? സൂര്യന് പ്രത്യേകിച്ച് മണം വല്ലതും ഉണ്ടോ? ഇല്ല. സൂര്യൻ്റെ നോട്ട് പ്രതിനിധാനം ചെയ്യുന്നത് അത്യുഷ്ണമായിരിക്കും, അല്ലെങ്കിൽ ചൂടായിരിക്കും. അപ്പോൾ ചൂട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഉഷ്ണക്കാറ്റും വരണ്ടതുമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് ഐസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഐസ് എന്ന് പറയുമ്പോൾ ഒരു തണുപ്പ്, മരവിപ്പ്, നിർജീവാവസ്ഥ, അല്ലേ? ഇതായിരിക്കും ഐസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പെർഫ്യൂമർ ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് ട്രൈ ചെയ്യാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഞാൻ ഡീക്കൻഡ് ട്രൈ ചെയ്തിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ മണം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും നമ്മുടെയൊക്കെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു മണമാണ് അലക്കി തേച്ച വസ്ത്രങ്ങളുടെ ഒരു മണം. അലക്കി തേച്ച് ഇസ്തിരി ഇട്ട് വെച്ച മണം, അല്ലെങ്കിൽ ഉണങ്ങാനിട്ട തുണി ഒരു കൂന കൂട്ടി എടുത്തു വരുമ്പോൾ കിട്ടുന്ന ഒരു മസ്കി, ക്ലീൻ, ഫ്രഷ് ലോണ്ട്രി സ്മെല്ല്. അലക്കുകാരൻ അലക്കി തേച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ. മിക്കവാറും എനിക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. മിക്കവാറും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. കുളിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അയ്യോ വീട്ടിലിടാനുള്ള ഷർട്ടും പാൻറ്റും മോളിൽ കിടക്കുവാണെന്ന് ഓർക്കുന്നത്. അപ്പം നമ്മൾ കുളിച്ച് ടവൽ എടുത്തിട്ട് വിളിച്ച് പറയാം, അമ്മയെ ആ ടർക്കി എടുത്തിട്ടോ അല്ലെങ്കിൽ വീട്ടിലിടാനുള്ള ഷർട്ടും പാൻറ്റ് എടുത്തിട്ടോ എന്ന് പറയാറുണ്ട്. ടെറസിൽ ചെന്ന് ഷർട്ടും പാൻറ്റും എടുത്തിട്ട് വരാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൂന കൂട്ടിയിട്ടായിരിക്കും അമ്മ എടുത്തിട്ട് വരിക. അത് നമ്മുടെ കട്ടിലിൽ കൊണ്ട് തട്ടും. ഇതിനൊരു പൊതു സ്വഭാവമുണ്ട്. ഇത് ഏത് രാജ്യത്ത് ചെന്നാലും ഈ അലക്കി തേച്ച വസ്ത്രത്തിന് ഒരു പൊതു മണം ഉണ്ടാവും. നിങ്ങൾക്ക് ആ മണം മനസ്സിലായോ? അലക്കി തേച്ച അല്ലെങ്കിൽ അലക്കിയിട്ട വസ്ത്രം അത് ഉണങ്ങാനിട്ടത് ഒരു കൂന കൂട്ടി കൊണ്ടുവന്ന് നമ്മുടെ കട്ടിലിൽ കൊണ്ട് തട്ടുമ്പോൾ ആ കൂന കൂട്ടിയ തുണിക്ക് ഒരു പൊതു മണമുണ്ട്, ഒരു ക്ലീൻ സ്മെല്ല്. പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ ഒരു പെർഫ്യൂമായിട്ട് കിട്ടിയ എത്ര രസമായിരിക്കും. ഈ ഉണങ്ങാനിട്ട തുണി ചെന്ന് എടുക്കുമ്പോൾ ആ ഉണങ്ങിയ തുണിയിൽ നിന്ന്, ആ നൂലിൽ നിന്ന് വരുന്ന ഒരു മണം, വളരെ ക്ലീൻ ആയിട്ടുള്ള മണം, പ്ലസന്റ് ആയിട്ടുള്ള മണം. ചിലർക്ക് അത് നൊസ്റ്റാൾജിക് അടിക്കും. പണ്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലക്കി തേച്ച അല്ലെങ്കിൽ ഉണങ്ങാനിട്ട വെള്ള ചുരിദാറോ അല്ലെങ്കിൽ വെള്ള ഷർട്ടോ മുണ്ടോ, അച്ഛൻ്റെയൊക്കെ മുണ്ട് ഇങ്ങനെ നീളത്തിൽ വിരിച്ചിട്ടുണ്ടാവും. ഉണക്കി സ്റ്റീഫൻ ഷെയർ കഞ്ഞിപ്പശയൊക്കെ ഇട്ട് മുക്കി നല്ല മണമുള്ള ഡിറ്റർജൻ്റൊക്കെ ഇട്ട് അലക്കി തേച്ച് അലക്കി പിഴിഞ്ഞ് അയ്യിൽ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം വരും, ഒരു ക്ലീൻ സ്മെൽ, ഒരു മസ്കി സ്മെല്ലെന്ന് ഞാനത് പൊതുവെ വിളിക്കുന്നത്. ആ ഒരു മണം ഒരു പെർഫ്യൂമിൽ നിറച്ച് വെച്ചാലുള്ള മണമാണ് ഇതിൻ്റെ മണം. അതുപോലെ തന്നെ ഇതിന് ഒരു ഐസ് ക്രിസ്റ്റലിൻ്റെ ഒരു എഫക്റ്റ്. ഇപ്പോൾ ഐസിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഭയങ്കര തണുത്ത മണമാണ്. അന്റാർട്ടിക്കിൽ ചെല്ലുമ്പോൾ -37 ഡിഗ്രി, -47 ഡിഗ്രി അല്ലെങ്കിൽ -50 ഡിഗ്രിയൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ -50 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഏറ്റവും തണുത്ത കാലാവസ്ഥയിൽ മഞ്ഞിനോടൊപ്പം തന്നെ തണുത്ത കാറ്റും വീശും. ആ ഒരു തണുത്ത ഒരു കോൾഡ് ഫ്രീസിങ് ആയിട്ടുള്ള
ഒരു നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് ഐസായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യുമ്പോൾ ഒരു ലിക്വിഡ് നൈട്രജനിൽ മുങ്ങി കുളിച്ചതുപോലെ ഉള്ള ഒരു ഫീൽ, ലിക്വിഡ് നൈട്രജനിൽ മുങ്ങി കുളിച്ചാലുള്ള ഒരു ഫീൽ. അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലൊക്കെ പോകുമ്പോൾ മഞ്ഞിൽ ഇരുന്ന് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടാവില്ല, ഒരു തണുത്തുറഞ്ഞൊരു ഫീൽ. സോ അതുപോലെ ഒരു തണുത്തുറഞ്ഞ ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെവി ആംബ്രോക്സൻ ആണ് ഈ ചേർത്തിരിക്കുന്നത്. ആംബ്രോക്സൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂം ഫില്ല് ചെയ്ത് നിൽക്കും മണം. ആംബ്രോക്സൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കരമായിട്ട് അത് സ്പ്രെഡ് ആവും. ഇപ്പോൾ ആംബ്രോക്സൻ ഹെവിയാണ്. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള വുഡിന്റെ മണം എല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോ നോട്ടും. ഇപ്പോൾ സിട്രസ് ആണെങ്കിലും അതും തണുത്തുറഞ്ഞ നാരങ്ങയുടെ മണം, മസ്ക് ആണെങ്കിലും അതും തണുത്തുറഞ്ഞ മസ്കിന്റെ മണം, വുഡി നോട്ടാണെങ്കിലും അതും തണുത്തുറഞ്ഞ വുഡി നോട്ടിന്റെ മണം. അപ്പൊ ഈ സഞ്ചാരിയായ ഈ പെർഫ്യൂമർ ഏതോ ഒരു തണുത്തുറഞ്ഞ രാജ്യത്ത് ചെന്ന് അവിടെ കണ്ടതും അനുഭവിച്ചതും തൊട്ടതും സ്പർശിച്ചതും മണത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ആരുപയോഗിക്കണം എന്ന് വെച്ചാൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയിരിക്കും. വളരെ ഇനൊഫൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം, വളരെ സാധുവായിട്ടുള്ള ഒരു പെർഫ്യൂം, ഒരു പാവത്താനായിട്ടുള്ള പെർഫ്യൂം. നിങ്ങൾക്ക് ഷാനയിൽ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം ഇഷ്ടമാണ്, വെർസാച്ച് പോർ ഹോം ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മിസോണി വേവ് ഇഷ്ടമാണോ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവും. അല്ലൂർ ഹോം സ്പോട്ടിൽ നിന്നും ആ ഒരു നാരങ്ങ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മണമാണ് ഇതിന്റെ മണം. എനിക്ക് അതുകൊണ്ട് തന്നെ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇത് എത്ര രൂപ കൂടിയാലും ഞാൻ ഈ സാധനം വാങ്ങും. എനിക്ക് അതുപോലെ തൃപ്തിപ്പെടുത്തിയ ഒരു പെർഫ്യൂം. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂം. ഇത് ഓഫീസിൽ ഉപയോഗിക്കുക, IT പ്രൊഫഷണൽസ്, അതുപോലെ ബാങ്കിങ് ഫീൽഡിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂം. അലക്കി ഉണങ്ങിയ വസ്ത്രങ്ങളുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന മണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇതൊരു ഒരു മോഡേൺ ടേക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിനെ നമുക്കൊരു മോഡേൺ ആയിട്ട് കൊണ്ടുവന്ന ഒരു പെർഫ്യൂം. നല്ലതുപോലെ ആംബ്രോക്സിനൊക്കെ ചേർത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ലോങ്ജിവിറ്റി ഒരു സോളിഡ് ആയിട്ട് 6-7 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്രാരൻഡിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോങ്ജിവിറ്റി നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 6-7 മണിക്കൂർ കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ആദ്യത്തെ ഒരു 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര സ്പ്രേ വേണമെങ്കിലും അടിക്കാം. ഒരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ യൂറോപ്പിലെ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഒരു തണുത്തുറഞ്ഞ ഒരു ഫീൽ കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓഫീസിൽ ഉപയോഗിക്കാൻ നല്ലൊരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂം, അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു പെർഫ്യൂം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പെർഫ്യൂം ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വെയിലത്ത് ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം, പുറത്ത് പോകുമ്പോൾ കാഷ്വലായിട്ട് ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും എടുത്തടിക്കാം. ഒരു വർഷം ഓൾ ഇയർ അറൗണ്ട് ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫ്യൂം. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇതിന്റെ വില വരുന്നത് 14,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. എന്നോട് ചോദിച്ചത് ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന കാറ്റഗറി പെടുത്താവുന്ന പെർഫ്യൂമാണ്. കാരണം ഒരു തരത്തിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്തൊരു പെർഫ്യൂം. മണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടുന്ന പെർഫ്യൂം. ഞാൻ ഇപ്പോൾ ഒരു സ്പ്രേയിൽ അടിച്ചിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ലതുപോലെ എൻ്റെ ഓയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. EDP ഇൻറ്റൻസ് ആണ് വരുന്നത്. സോ നല്ല പെർഫ്യൂം, നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂം, സിമ്പിളാണ്, വളരെ ചെറിയ നോട്ടുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു പെർഫ്യൂം. പ്രത്യേകിച്ച് ഒരു പെർഫ്യൂമിനെ കുറിച്ച് അഭിപ്രായം പറയാത്ത എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അത് നല്ലതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്തപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ചോദിച്ചു, പുതിയ പെർഫ്യൂം വാങ്ങിയോ? ഇത് കൊള്ളാം, നല്ല മണം, അടുക്കളയിൽ മണം എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഗേൾസിന് നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന പെർഫ്യൂം. കാരണം സേഫാണ് ഈ പെർഫ്യൂം. ഒരു മാൻലി ആയിട്ടുള്ള പെർഫ്യൂം, പക്കാ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒരു പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ, ഫ്രഷ്, സോപ്പി പെർഫ്യൂം. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇതിൻ്റെ 2 ml, 5 ml, 10 ml ഡീക്കാറ്റ് അവൈലബിൾ ആണ്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഇത് വാങ്ങുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.